NCERT ഹിസ്റ്ററി ക്ലാസ് 10 ചാപ്റ്റർ 2 നാഷണലിസം ഇൻ ഇന്ത്യ. കഴിഞ്ഞ പാഠത്തിൽ യൂറോപ്പിൽ എങ്ങനെയാണ് ദേശീയത നാഷണലിസം വളർന്നത് എന്ന് പറഞ്ഞു. അവിടെ ഒരു ദേശരാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആണ് ഇത്തരത്തിലൊരു ദേശീയത എന്ന ആശയം തന്നെ കടന്നു വന്നത്. അങ്ങനെ ഈയൊരു ദേശം എന്ന വികാരം അവിടെ രൂപപ്പെടുന്നത് ജനങ്ങൾ തങ്ങൾ ആരാണ്, തങ്ങൾ എങ്ങനെയായിരുന്നു തങ്ങളുടെ ചരിത്രം, അങ്ങനെ വിവിധ തരത്തിൽ തങ്ങളുടെ ഏകതയെ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന ആശയത്തെ രൂപപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് അടയാളങ്ങളും ആശയങ്ങളും സംഗീതങ്ങളും അങ്ങനെ വിവിധ തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു നിശ്ചിത അതിർത്തിക്കുള്ളിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടിയത്. എന്നാൽ ഇന്ത്യയിൽ അതുപോലെ തന്നെ മറ്റ് യൂറോപ്പിലെ ബ്രിട്ടന്റെ മറ്റ് പല കോളനികളിലും ഈ ഒരു ആശയം, അതായത് ആധുനിക ദേശീയത എന്ന ആശയം രൂപപ്പെടുന്നത് ഇവിടെ ഉണ്ടായിരുന്ന കൊളോണിയൽ ശക്തികൾക്കെതിരെ രൂപപ്പെട്ട മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു ആശയം രൂപപ്പെടുന്നത്. ജനങ്ങൾ ഇത്തരത്തിലൊരു ഐക്യം, തങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന ബോധം രൂപപ്പെട്ടത് ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെയാണ്. അത്തരം ബോധം രൂപപ്പെടുന്നത് കൊളോണിയലിസം തങ്ങളെ അടിച്ചമർത്തുകയാണ് എന്നും തങ്ങളെല്ലാവരും വിവിധ സമുദായങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ പോലും ഒരുമിച്ച് നിൽക്കണം എന്ന ആശയം ഈ ഒരു സമരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നാണ്. തങ്ങൾ അടിച്ചമർത്തിയ സമൂഹങ്ങളാണ്, അടിച്ചമർത്തപ്പെട്ട സമൂഹമാണ് എന്ന ആശയം ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരെ ഒരുമിച്ച് കൂട്ടിയത്. എന്നാലും ഓരോ സമൂഹവും പ്രത്യേക രീതിയിൽ അവരുടേതായ രീതിയിലാണ് ഈ ഒരു കൊളോണിയൽ അധികാരത്തിനെ മനസ്സിലാക്കിയതും അവരുടേതായ രീതിയിലാണ് അവർ സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കിയത്. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇത്തരത്തിലൊരു മുന്നേറ്റത്തിലൂടെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയും എന്ന ആശയം മുന്നോട്ട് വെച്ചു. കഴിഞ്ഞുപോയ ചില പാഠങ്ങളിലൊക്കെ, ചില ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു, അതായത് ഇന്ത്യയുടെ ദേശീയത 1857 ശേഷം 1947 വരെയുള്ള ഈ ദേശീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു ആശയം, ചെറിയൊരു ആമുഖം ഒരുപാട് പാഠങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ 1920-കൾക്ക് ശേഷം ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ്, പ്രധാനമായും നോൺ കോർപ്പറേഷൻ, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ്, അതായത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ഇവിടെ പറയുന്നത്. അതുപോലെ കോൺഗ്രസ് എത്തരത്തിലാണ് ദേശീയ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയത്, അതിനുശേഷം ഇന്ത്യയിൽ ദേശീയത എന്ന ആശയം എങ്ങനെ രൂപപ്പെടുത്തിയെടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. ദ ഫസ്റ്റ് വേൾഡ് വാർ, ഖിലാഫത്ത് ആൻഡ് നോൺ കോർപ്പറേഷൻ. 1919 ശേഷം പുതിയ സ്ഥലങ്ങളിലേക്ക്, ഇന്ത്യയുടെ തന്നെ പുതിയ ഭാഗങ്ങളിലേക്ക് ദേശീയ പ്രസ്ഥാനം വ്യാപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പുതിയ സമൂഹങ്ങളെ പുതിയ രീതികളിൽ ഒക്കെ ആയിട്ടാണ് ഈ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഉള്ള സമരങ്ങളും പോരാട്ടങ്ങളും മുന്നോട്ട് പോയത്. എന്നാൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായി പറയേണ്ടത്, ഒന്നാം ലോക മഹായുദ്ധം വളരെ വലിയ രീതിയിലാണ് സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇന്ത്യയെ ബാധിച്ചത്. വലിയ രീതിയിൽ തന്നെ യുദ്ധ ചെലവുകൾ ക്കായിട്ട് ആവശ്യം വന്നു. അങ്ങനെ വലിയ കടങ്ങൾ, ലോണുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും അതിനെ തുടർന്ന് വലിയ നികുതികൾ അടയ്ക്കേണ്ടിയും വന്നു. അങ്ങനെ ഈ ചെലവുകൾ കാണുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്കും വലിയ നികുതി ആവിഷ്കരിച്ചു. അങ്ങനെ ഈ ഒരു യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ 1913 മുതൽ 1918 വരെ വലിയ രീതിയിൽ തന്നെ ഈ നികുതി ഇരട്ടിക്കിരട്ടിയായി വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ ഗ്രാമങ്ങളും ഈ സൈന്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ, ഭക്ഷണങ്ങൾ ഒക്കെ സപ്ലൈ ചെയ്യേണ്ടി വന്നു. അവരിൽ നിന്ന് തന്നെ വലിയ തോതിൽ സൈന്യത്തിലേക്ക് ആളെ നിർബന്ധിച്ച് അവരെ റിക്രൂട്ട് ചെയ്തു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഗ്രാമങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. അങ്ങനെ 1918-19 കാലത്തും 1920-21 കാലത്തും വലിയ രീതിയിലുള്ള കൃഷിനാശം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായി. അതിനെ തുടർന്ന് സ്വാഭാവികമായും ഭക്ഷണത്തിന് വലിയ രീതിയിലുള്ള ഇടിവ് വന്നു, കിട്ടാനില്ലാത്ത അവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പകർച്ചവ്യാധിയും അതിനെ തുടർന്നുണ്ടായി. 1921 ഒരു സെൻസസ് പ്രകാരം 12 മുതൽ 13 മില്യൺ ആളുകളാണ് ഇത്തരത്തിലുള്ള ഈ പകർച്ചവ്യാധി കൊണ്ടും ക്ഷാമം കൊണ്ടും മരണപ്പെട്ടത്. എന്നാൽ ഈ ഒരു ആളുകൾ അന്ന് അവർ വിശ്വസിച്ചത് തങ്ങൾ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെല്ലാം ഈ യുദ്ധം കഴിയുന്നതോടുകൂടി അവസാനിക്കുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ യുദ്ധം അവസാനിച്ചിട്ടും
ഇവർ നേരിടുന്ന ഈ പ്രശ്നങ്ങളെല്ലാം അവർ തുടർന്നും നേരിട്ടുകൊണ്ടേയിരുന്നു. ഈ ഒരു കാലത്താണ് പുതിയ നേതൃത്വങ്ങൾ പുതിയ സമര ആവിഷ്കാരവുമായി മുന്നോട്ട് വരുന്നത്. ദ ഐഡിയ ഓഫ് സത്യാഗ്രഹ. മഹാത്മാഗാന്ധി 1915 ജനുവരി മാസത്തിലാണ് ഇന്ത്യയിലേക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം അവിടുത്തെ ഈ വർഗ വിവേചനവുമായി ബന്ധപ്പെട്ട് കറുത്ത വർഗ്ഗക്കാർ അനുഭവിക്കുന്ന അവിടുത്തെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പുതിയ ഒരു സംഘടിത സമരത്തിന് അദ്ദേഹം രൂപം നൽകി. അതാണ് സത്യാഗ്രഹം. ഈ സത്യാഗ്രഹം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്, അത് ഊന്നി നിൽക്കുന്നത് സത്യത്തിൻ്റെ ഒരു ശക്തിയെയാണ്. അതുപോലെ തന്നെ സത്യ അന്വേഷണവുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാമ്പ്. അത് മുന്നോട്ട് വയ്ക്കുന്നത് നമ്മുടെ ആവശ്യം അത് സത്യമാണെങ്കിൽ, അത് യാഥാർത്ഥ്യത്തിൽ അത് സത്യമാണ് എങ്കിൽ, നമ്മളുടെ പ്രയത്നം അത് അനീതിക്കെതിരെയാണ് എങ്കിൽ, നമുക്ക് ബാഹ്യമായി നമ്മുടെ ശത്രുക്കളെ പോരാടി അവരെ തോൽപ്പിക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രതികാരമോ അല്ലെങ്കിൽ ദേഷ്യമോ ഒന്നും കാണിക്കാതെ തന്നെ സത്യാഗ്രഹയിലൂടെ നമുക്ക് ഈ ഒരു സമരം അഹിംസയിലൂടെ തന്നെ വിജയിക്കാൻ കഴിയും എന്ന ആശയമാണ് സത്യാഗ്രഹ എന്ന ആശയത്തിലൂടെ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചത്. ഈ ഒരു സമരത്തിലൂടെ, ഈ ഒരു സമര രീതിയിലൂടെ നമ്മെ എതിരെ നിൽക്കുന്ന ആളുകൾ, ശത്രുവിൻ്റെ മനസ്സിൽ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തന്നെ യാഥാർത്ഥ്യത്തെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സമരത്തിലൂടെ ജനങ്ങളും, അതായത് ശത്രുക്കളും എതിർ സ്ഥാനത്ത് നിൽക്കുന്ന ആളും അടിച്ചമർത്തുന്ന ആളുകളും എല്ലാവരെയും ഒരുപോലെ സത്യം മനസ്സിലാക്കാൻ ഇത് കഴിയും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിംസ അല്ലെങ്കിൽ അസഹിഷ്ണുമായ അവസ്ഥയിലൂടെ, രീതികളിലൂടെ ഒരു സമരം ആവിഷ്കരിക്കുന്നതിനേക്കാൾ ഈ ഒരു രീതി വളരെ വലിയ വിജയം നേടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മഹാത്മാഗാന്ധി ഈ ഒരു രീതി ഇന്ത്യൻ ജനതയെ ഒന്നടങ്കം ഒരുമിച്ച് കൂട്ടുമെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അങ്ങനെ ഇന്ത്യയിൽ എത്തിയതിന് ശേഷം മഹാത്മാഗാന്ധി വിജയകരമായി പല സ്ഥലങ്ങളിലും ഈ ഒരു സത്യാഗ്രഹം നടത്തി വിജയിച്ചു. 1917 അദ്ദേഹം ബീഹാറിലെ ചമ്പാരനിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ ഉണ്ടായിരുന്ന നീലം കർഷകർ അനുഭവിക്കുന്ന അവരുടെ പ്രയാസങ്ങളെ അറിയുകയും അവിടെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ അതിനുശേഷം 1917 അദ്ദേഹം ഗുജറാത്തിലെ കേദയിൽ അദ്ദേഹം കർഷകരോടൊപ്പം സത്യാഗ്രഹം നടത്തി. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് കൃഷിനാശമുണ്ടായി, അതോടൊപ്പം തന്നെ ഈ പകർച്ചവ്യാധിയും അവരെ ബാധിച്ചിരുന്നു. അങ്ങനെ ഇരുന്ന കേദയിലെ ജനങ്ങളോട് അവർക്ക് നികുതി അടയ്ക്കാനോ ഒന്നും കഴിയില്ല. ആ അവസരത്തിൽ അവരിൽ നിന്ന് നികുതി ആവശ്യപ്പെട്ട ആ ഒരു അവസരത്തിലാണ് ഈ ഒരു സമരവുമായി മുന്നോട്ട് വരികയും അവരുടെ ആവശ്യം, അതായത് നികുതി അടയ്ക്കാൻ കഴിയില്ല എന്നും അവർക്ക് സാവകാശം തരണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് സത്യാഗ്രഹം നടത്തിയത്. 1918 മഹാത്മാഗാന്ധി അഹമ്മദാബാദിലേക്ക് പോവുകയും അവിടുത്തെ പരുത്തി മില്ലില് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടി അദ്ദേഹം സത്യാഗ്രഹം നടത്തുകയും ചെയ്തിരുന്നു. ദ റൗലറ്റ് ആക്ട്. ഇങ്ങനെ ഗാന്ധിജി 1919 ഇത്തരത്തിൽ പല തരത്തിലുള്ള സത്യാഗ്രഹവും നടത്തി വിജയിച്ചത് കൊണ്ട് തന്നെ അന്ന് രൂപപ്പെട്ട റൗലറ്റ് നിയമം അഥവാ റൗലറ്റ് ആക്ടിനെതിരെ ഒരു രാജ്യവ്യാപകമായ സത്യാഗ്രഹം രൂപപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ഈ നിയമം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിയമം ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസില്, അന്ന് ആ നിയമസഭയിലുണ്ടായിരുന്ന ഇന്ത്യൻ അംഗങ്ങളുടെ പ്രതിഷേധം അതിനെ വകവയ്ക്കാതെ രൂപപ്പെടുത്തിയ ഒരു നിയമമാണ്. ഈ നിയമം അനുസരിച്ച് ഗവൺമെന്റിന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ തടയാനും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരെ 2 വർഷം ഒരു ട്രയലും കൂടാതെ, ഒരു വിചാരണയും കൂടാതെ അവരെ 2 വർഷം ജയിലിലടയ്ക്കാനുള്ള അധികാരവും നൽകുന്നുണ്ട്. മഹാത്മാഗാന്ധി ഇതിനെതിരെ ഒരു അഹിംസാപരമായിട്ട് ഉള്ള ഒരു നിസ്സഹകരണത്തിലൂടെ ഈ നിയമത്തിനെതിരെ നിൽക്കാൻ അദ്ദേഹം പറയുകയും ഏപ്രിൽ 6 ഒരു ഹർത്താലിലൂടെ ഈ ഒരു പ്രസ്ഥാനത്തിൽ രൂപപ്പെടുത്താനും അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ വിവിധ നഗരങ്ങളിൽ റാലികൾ നടത്തുകയും സംഘടിപ്പിക്കുകയും തൊഴിലാളികൾ റെയിൽവേ വർക്ക്ഷോപ്പുകളിലും മറ്റ് കടകളിലും ഒക്കെ അവരുടെ കടകൾ അടച്ചുകൊണ്ട് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ജനകീയമായ സമരം ഉയർന്നു വന്നപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ വിനിമയ ബന്ധങ്ങളും, അതായത് റെയിൽവേയും ടെലിഗ്രാമും എല്ലാം താറുമാറാകുമോ എന്ന് ഭയന്നുകൊണ്ട് എല്ലാ നാഷണലിസ്റ്റുകളെയും ദേശീയവാദികളെയും സമരക്കാരെയും അറസ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ പ്രാദേശിക നേതാക്കളെ മുഴുവനും അമൃത്സറിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്യുകയും മഹാത്മാഗാന്ധിയെ ഡൽഹിയിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട് തടയുകയും ചെയ്തു. അങ്ങനെ ഏപ്രിൽ 10 അമൃത്സർ പോലീസ് അവിടെ
ബാങ്കുകൾക്കെതിരെയും പോസ്റ്റ് ഓഫീസിനെതിരെയും റെയിൽവേക്കെതിരെയും ഒക്കെ സമരം നടത്തിക്കൊണ്ടിരുന്ന അതിനെ ആക്രമിച്ചു കൊണ്ടിരുന്ന പല ആളുകളെയും അവർ വെടിവെച്ചു. അതായത് ഈ ഒരു സംഭവത്തെ തുടർന്നുകൊണ്ട് സമാധാനപരമായി സമരം ചെയ്തിരുന്ന ആളുകളെ പോലും ഇവർ വെടിവെച്ചു. അങ്ങനെ മാർഷ്യൽ ലോ നടപ്പാക്കുകയും ജനറൽ ഡയർ അദ്ദേഹം കമാൻഡറായി നിൽക്കുകയും ചെയ്തു. ഏപ്രിൽ 13 ജാലിയൻ വാല ബാഗ് സംഭവം നടക്കുകയാണ്. അത് ആ ഒരു ദിവസത്തിൽ ഈ ഏപ്രിൽ 13 വലിയ ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിന്റെ 4 ചുറ്റിനും മതിലാണ്. ഇങ്ങനെ അടച്ച ഈ ഒരു ജാലിയൻ വാല ബാഗ്, അവിടെ ആളുകൾ ഒരുമിച്ച് കൂടി. അവർ 2 കാര്യത്തിന് വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത്. ഒരു വിഭാഗം ആളുകൾ ഈ ഗവൺമെന്റിന്റെ മാർഷ്യൽ ലോയ്ക്ക് എതിരെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയത്. എന്നാൽ മറ്റു ആളുകൾ ഈ ഒരു വിവരമൊന്നും അറിയാതെ വൈശാഖി ഉത്സവത്തിന്റെ ദിനമായതുകൊണ്ട് വാർഷികമായ ഒരു ഉത്സവമായതുകൊണ്ട് അവർ ഒരുമിച്ച് കൂടിയതാണ്. ഇങ്ങനെ പല ആളുകളും ഈ നഗരത്തിന് പുറത്തു നിന്ന് വന്നതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാർഷ്യൽ ലോ നടപ്പിലാക്കിയ കാര്യങ്ങളൊന്നും അവരറിഞ്ഞിരുന്നില്ല. എന്നാൽ ജനറൽ ഡയർ ഈ ഒരു സ്ഥലത്തേക്ക് കയറി വരികയും അവിടുത്തെ ആകെ ഉണ്ടായിരുന്ന പ്രവേശന കവാടങ്ങളൊക്കെ അടയ്ക്കുകയും ജനങ്ങൾക്കെതിരെ തുരുതുര വെടിയുതിർക്കുകയും ചെയ്തു. അങ്ങനെ 100 കണക്കിന് ആളുകൾ അവിടെ മരണപ്പെട്ടു. ഇതിലൂടെ അദ്ദേഹം പിന്നീട് ജനറൽ ഡയർ പറഞ്ഞത്, ഞാൻ ഈ ഒരു വെടിവെപ്പിലൂടെ ഉദ്ദേശിച്ചത് ജാലിയൻ വാല ബാഗ് സംഭവത്തിനെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിലൊരു ഭീതി ഉണ്ടാക്കാനാണ് ഞാൻ ഇത്തരം ഒരു പ്രവർത്തനം ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ജാലിയൻ വാല ബാഗിന്റെ സംഭവം അതിന്റെ വാർത്ത പരന്നതോടുകൂടി നോർത്ത് ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങളിൽ ജനങ്ങൾ തെരുവിലിറങ്ങാൻ തുടങ്ങി. അവർ സമരങ്ങൾ അഴിച്ചുവിട്ടു. പോലീസിനെതിരെ അതുപോലെ തന്നെ ഗവൺമെന്റ് മന്ത്രികൾക്കെതിരെ അവർ അക്രമമുണ്ടാക്കി. എന്നാൽ ഗവൺമെന്റ് തിരിച്ച് ഇവരോട് നടത്തിയത് വളരെ അക്രമപരമായിട്ടുള്ള നടപടികളിലൂടെയാണ് ഇവരെ എതിർത്തത്. അങ്ങനെ ഈ സത്യാഗ്രഹം ചെയ്ത ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് അവരുടെ മൂക്ക് നിലത്തുരയ്ക്കാനും അവരെ ഈ തെരുവിലൂടെ ഇടയാനും ഈ അധികാരികൾക്ക് സല്യൂട്ട് ചെയ്യാനും ഒക്കെ അവരെ നിർബന്ധിച്ചു. അങ്ങനെ പല ആളുകളും ഗ്രാമത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. പല ഗ്രാമങ്ങളും ബോംബിടഞ്ഞ് നശിപ്പിച്ചു. ഈ അക്രമങ്ങൾ കണ്ട മഹാത്മാഗാന്ധി ഇത്തരത്തിലുള്ള ഈ ഒരു നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, ഈ ഒരു റൗലറ്റ് ആക്ടിനെതിരെ കൊണ്ടുവന്ന റൗലറ്റ് മൂവ്മെന്റ് നിർത്തലാക്കാൻ, എല്ലായിടത്തുനിന്നും നിർത്താൻ അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ഈ റൗലറ്റ് ആക്ട് നിർത്തലാക്കുന്നത്. ഈ ഒരു റൗലത്ത് സത്യാഗ്രഹ മുന്നോട്ട് പോയി അത് വ്യാപകമായപ്പോൾ തന്നെ അത് വ്യാപിച്ചു നിന്നതും അത് നല്ലതുപോലെ ആവേശത്തിൽ കത്തി നിന്നതും ഗ്രാമങ്ങളിലല്ല, മറിച്ച് നഗരങ്ങളിലും പട്ടണങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധിയുടെ മനസ്സിൽ വന്നത്, നമുക്കിനി രാജ്യവ്യാപകമായി എല്ലാ തുറകളിലും സ്പർശിക്കുന്ന രീതിയിൽ ഉള്ള സമരം കൊണ്ടുവരണമെന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതിന് മുന്നോടിയായി അദ്ദേഹം കണ്ടത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കൽ ഏതൊരു തരത്തിലുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെയും വിജയത്തിന് അനിവാര്യമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ഈ ഒരു വിഷയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഖിലാഫത്ത് പ്രശ്നം ഒരു ആയുധമാക്കിക്കൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ കഴിയും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, 1-ാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത് ഒട്ടോമാൻ തുർക്കിയെ കീഴടക്കിക്കൊണ്ടാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പല ദുർപ്രചരണങ്ങളും കുപ്രചരണങ്ങളും ഉണ്ടായി. അതായത് ഒട്ടോമാൻ ചക്രവർത്തിയുമായി ഒരു സമാധാന കരാറിൽ ബ്രിട്ടൻ ഏർപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു ഖലീഫ, അതായത് ഒട്ടോമൻ എംപറർ, ഇദ്ദേഹം ഒപ്പിടാൻ പോകുന്ന ആ സമാധാന കരാറ് വളരെയധികം അപകടം പിടിച്ച ഒരു കരാറാണ് എന്ന് ഉള്ള അഭ്യൂഹം പടർന്നു. ഖലീഫ എന്ന് പറയുന്നത് ഇസ്ലാമിക ലോകത്തിന്റെ തലവനാണ്. അപ്പോൾ ഈ ഒരു ഖലീഫയുടെ അധികാരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഖിലാഫത്ത് കമ്മീഷൻ എന്ന പേരിൽ ഖിലാഫത്ത് കമ്മിറ്റി രൂപപ്പെട്ടു. ബോംബെയിൽ 1919 മാർച്ചിനാണ് അത് രൂപപ്പെടുന്നത്. അതിന് നേതൃത്വം നൽകിയത് മുസ്ലിം നേതാക്കളായ 2 സഹോദരങ്ങളാണ്, മുഹമ്മദ് അലി അതുപോലെ ഷൗക്കത്ത് അലി. ഇവര് മഹാത്മാഗാന്ധിയുമായി ഈ ഒരു ഖിലാഫത്ത് കമ്മിറ്റിയെ വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഈ ഒരു കാരണത്തിന് വേണ്ടി മുന്നോട്ട് പോകാൻ ഉള്ള സഹായം മഹാത്മാഗാന്ധിയോട് തേടി. അങ്ങനെ മഹാത്മാഗാന്ധി ഇതൊരു അവസരമായി കാണുകയും മുസ്ലിങ്ങളെ ഈ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു കൊടക്കീഴിലാക്കാൻ ഇതൊരു അവസരമായി അദ്ദേഹം വിനിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ കൽക്കട്ടയിൽ വെച്ച് നടന്ന കോൺഗ്രസിൽ സെപ്റ്റംബർ 1920 ബാക്കി മറ്റ് നേതാക്കന്മാരുമായി ഈ ഒരു ഖിലാഫത്ത് അല്ലെങ്കിൽ ഈ ഖിലാഫത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്
അതുപോലെ തന്നെ ഒരു സ്വരാജിനും കൂടി വേണ്ടി ഒരു നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. വൈ നോൺ കോർപ്പറേഷൻ? ഗാന്ധിജി 1909 അദ്ദേഹം എഴുതിയ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നത് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ സ്ഥാപിതമായത് ഇന്ത്യക്കാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ്. അതിവിടെ നിലനിന്ന് പോയതും ഇന്ത്യക്കാരുടെ സഹകരണം കൊണ്ടാണ്. എന്നാൽ ഇന്ത്യക്കാർ സഹകരിക്കാതിരുന്നാൽ, അവരുടെ നിസ്സഹകരണം അറിയിച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവസാനിക്കുമെന്നും സ്വരാജ് ഇന്ത്യക്ക് കരസ്ഥമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ ഒരു നിസ്സഹകരണം എന്നുള്ള ഈ ഒരു ആശയം ഒരു പ്രസ്ഥാനമായി മാറിയത് എങ്ങനെയാണ്? മഹാത്മാഗാന്ധി ഈ ഒരു പ്രസ്ഥാനത്തെ വിവിധ തരത്തിലുള്ള ഘട്ടങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ അത് തുടങ്ങിയത് ഗവൺമെന്റ് വിവിധ ഇന്ത്യക്കാർക്ക് നൽകിയ പദവികൾ, അവാർഡുകൾ ഒക്കെ തിരിച്ചു നൽകിക്കൊണ്ടായിരുന്നു. അതുപോലെ തന്നെ സിവിൽ സർവീസ്, അതുപോലെ പട്ടാളം, പോലീസ്, കോർട്സ്, അതുപോലെ കോടതികൾ, നിയമസഭ, സ്കൂളുകൾ, വിദേശ നിർമ്മിത വസ്തുക്കൾ, ഇതിനെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത്. പിന്നീട് ഗവൺമെന്റ് അടിച്ചമർത്തൽ ആരംഭിച്ചപ്പോൾ പൂർണ്ണമായ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം തന്നെ, സമരം തന്നെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ 1920 വേനൽക്കാലത്ത് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലിയും അതുപോലെ മഹാത്മാഗാന്ധിയും രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഈ ഒരു പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കണമെന്ന വാർത്ത അറിയിക്കാൻ വേണ്ടി, ജനങ്ങളുടെ സപ്പോർട്ട് പിടിച്ചുപറ്റാൻ വേണ്ടി അവർ യാത്ര ചെയ്തു. ഈ കോൺഗ്രസിന്റെ അകത്തുള്ള പലരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തർക്കത്തിലായിരുന്നു. അവര് ഈ കൗൺസിൽ ഇലക്ഷൻ അതിനെ ഉപരോധിക്കുന്നതിനെ സംബന്ധിച്ച് അവരിൽ പലരും വിരക്തി അറിയിച്ചു. കാരണം നവംബർ 1920 അവർക്ക് ഈ ഒരു എലക്ഷൻ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ വലിയ ഒരു ജനകീയമായ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പ്രസ്ഥാനത്തിലൂടെ, ദേശീയ പ്രസ്ഥാനം വരുന്നതിലൂടെ തന്നെ വലിയ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞു. അങ്ങനെ സെപ്റ്റംബർ ഡിസംബർ മാസത്തിനിടയിൽ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടായി. മാത്രമല്ല ഈ ഒരു കാലത്ത് കാര്യമായ മീറ്റിങ്ങുകൾ ഒന്നും തന്നെ നടന്നില്ല. അങ്ങനെ അവസാനം നാഗ്പൂരിൽ വെച്ച് ഡിസംബർ 1920 നടന്ന കോൺഗ്രസ് സെഷനിൽ വെച്ചുകൊണ്ട് ഒരു ഒത്തുതീർപ്പിലാവുകയും അവസാനം നോൺ കോർപ്പറേഷൻ പ്രസ്ഥാനം രൂപപ്പെടുകയും ആ ഒരു ആശയം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഡിഫറിംഗ് സ്ട്രാൻഡ്സ് വിത്തിൻ ദ മൂവ്മെന്റ്. ഈ ഒരു നോൺ കോർപ്പറേഷൻ ഖിലാഫത്ത് പ്രസ്ഥാനം ജനുവരി 1921 ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. ഇത് വിവിധ ആളുകൾ, അതായത് വിവിധ സമൂഹങ്ങൾ ഈ ഒരു പ്രസ്ഥാനത്തെ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ അവർക്കെല്ലാം സ്വന്തമായ ഒരു ലക്ഷ്യവും സ്വരാജ് എന്നതിന് സ്വന്തമായ ചില കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു. ദ മൂവ്മെന്റ് ഇൻ ദ ടൗൺസ്. ഈ നഗരങ്ങളിലെല്ലാം ഈ ഒരു പ്രസ്ഥാനം, ഈ ഒരു മൂവ്മെന്റ് ആരംഭിക്കുന്നത് മധ്യവർഗങ്ങളിൽ നിന്നുകൊണ്ടാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും കോളേജ് അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നെല്ലാം ഇങ്ങനെ നിരവധി അധികം വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോയി. പിന്നെ ഹെഡ് മാസ്റ്റർമാരും അധ്യാപകന്മാരും ഒക്കെ റിസൈൻ ചെയ്തു. പല വക്കീലന്മാരും അവരുടെ ജോലി അവസാനിപ്പിച്ചു. അസംബ്ലി ഇലക്ഷൻ ഒഴിവാക്കി. എന്നാൽ മദ്രാസിൽ മാത്രമാണെന്ന് അസംബ്ലി ഇലക്ഷൻ നടന്നത്. അവിടെ ജസ്റ്റിസ് പാർട്ടി, അതായത് ബ്രാഹ്മണരല്ലാത്ത ഹിന്ദുക്കളുടെ ഒരു പാർട്ടിയായിരുന്നു. ഈ പാർട്ടി തങ്ങൾക്ക് അധികാരം നേടണമെങ്കിൽ, അതായത് ബ്രാഹ്മണന്മാരാണെന്നൊക്കെ ഈ ഒരു അധികാരത്തിൽ നിന്നത്, അപ്പോൾ അവരെക്കാൾ തങ്ങൾക്ക് അധികാരം കിട്ടണമെങ്കിൽ, സമൂഹത്തിൽ വില കിട്ടണമെങ്കിൽ തങ്ങളെ ഇലക്ഷനിൽ പങ്കെടുക്കൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ജസ്റ്റിസ് പാർട്ടി മദ്രാസ് പ്രസിഡൻസിയിൽ അന്ന് മത്സരിച്ചിരുന്നു. ബാക്കിയുള്ള എല്ലാ ഇലക്ഷനുകളും അന്ന് അവസാനിപ്പിച്ചു. ആരും അതിന് തയ്യാറെടുത്തില്ല. ഇങ്ങനെ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഫലമായി സാമ്പത്തികപരമായി ഒരുപാട് ഇടിവുണ്ടായി. കാരണം വിദേശ നിർമ്മിത വസ്തുക്കൾ ഒഴിവാക്കി, മദ്യ ഷാപ്പുകൾ അടച്ചിട്ടു, ഫോറിൻ നിർമ്മിത വസ്ത്രങ്ങൾ അത് കത്തിച്ചു. ഇങ്ങനെ ഈ ബ്രിട്ടനിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമുള്ള വസ്ത്രങ്ങളുടെ ഇറക്കുമതി 1921-22 കാലങ്ങളിൽ പകുതിയോളമായി കുറഞ്ഞു. അതുമാത്രമല്ല അതിന്റെ വില ഇന്ത്യൻ രൂപ 102 കോടിയിൽ നിന്ന് 57 കോടിയായിട്ട് ചുരുങ്ങി. പല സ്ഥലങ്ങളിലും കച്ചവടക്കാരൊക്കെ ഇത്തരത്തിലുള്ള വിദേശ വസ്തുക്കൾ വിൽക്കുന്നതിനും അതിന്റെ കച്ചവടത്തിനുമൊക്കെ അവര് വിലക്ക് ഏർപ്പെടുത്തി, അവരതിനെ നിർത്തലാക്കി. ഇങ്ങനെ ഈ ഒരു ബോയ്ക്കോട്ട്, ഇത്തരത്തിൽ ഉള്ള ഒരു നിസ്സഹകരണം വ്യാപിക്കുകയും ജനങ്ങൾ ഇന്ത്യൻ നിർമ്മിത വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങുകയും ഇന്ത്യൻ വസ്ത്രങ്ങളുടെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒരു പ്രസ്ഥാനം നഗരങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു മന്ദത ബാധിച്ചു.
അതിനുള്ള കാരണം ഒന്ന്, ഖാദി വസ്ത്രങ്ങൾ വളരെ വിലപിടിപ്പുള്ളതാണ്. അത് വ്യാപകമായി നിർമ്മിക്കാനോ സാധുക്കൾക്ക് അത് വാങ്ങാനോ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇറങ്ങിപ്പോയി, പലരും ജോലി അവസാനിപ്പിച്ചു. പിന്നീട് ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം നീണ്ടുപോകുന്നത് കണ്ടപ്പോൾ അവരൊക്കെ തിരിച്ച് അവരുടെ ഉദ്യോഗങ്ങളിലേക്ക് കയറലാണ് ഉണ്ടായത്. റെബലിയൻ ഇൻ ദി കൺട്രി സൈഡ്. ഈ ഒരു നഗരങ്ങളിൽ നിന്ന് നിസ്സഹകരണ പ്രസ്ഥാനം ഗ്രാമങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. അങ്ങനെ ഈ ഒരു കർഷകരും അതുപോലെ ഗോത്രവർഗക്കാര് അവരൊക്കെയും അവരുടേതായ രീതിയിൽ ഈ ഒരു ഭാഗങ്ങളിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് പിന്തുണ അറിയിച്ചു. അവാദിലാകട്ടെ ബാബ രാമചന്ദ്രയുടെ നേതൃത്വത്തിൽ, അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. മുൻപ് ഫിജിയിൽ അദ്ദേഹം ഒരു തൊഴിലാളിയായി ജോലി ചെയ്ത ആളാണ്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയി. അവരൊക്കെയും അവിടുത്തെ ഭൂവുടമസ്ഥർക്കെതിരെ നിന്നു. കാരണം ഈ കർഷകരിൽ നിന്നൊക്കെ വലിയ തോതിൽ വലിയ തുകയാണ് അവർ വാടകയായിട്ട് ഈടാക്കിയിരുന്നത്. അതിനു പുറമെ പല നികുതികളും ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല കർഷകർ സൗജന്യമായി ജോലി ചെയ്യണമായിരുന്നു. ആ ഒരു സംവിധാനത്തെ ബേഗാർ എന്ന സംവിധാനം എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ കർഷകർ, അതുപോലെ ബോണ്ടഡ് പണിക്കാർ, അവരൊക്കെയും നിശ്ചിത കാലയളവിനല്ല പണി ചെയ്തിരുന്നത്. അതുപോലെ അവർക്ക് അവരുടെ ഭൂമിയിൽ പ്രത്യേക അവകാശങ്ങളും ഇല്ലായിരുന്നു. അങ്ങനെ വ്യാപകമായി ഇത്തരത്തിലുള്ള നികുതികൾ ഒഴിവാക്കാനും ബേഗാർ വ്യവസ്ഥ അവസാനിപ്പിക്കാനും ഈ ജന്മിമാരെ അല്ലെങ്കിൽ ഈ ഭൂവുടമസ്ഥരെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കാനും ഉള്ള ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സമരം മുന്നോട്ട് പോയി. പല പ്രദേശങ്ങളിലും നൈ ധോബി അല്ലെങ്കിൽ നെയ് ധോബി ബന്ദുകൾ ആരംഭിച്ചു. ഇതെന്താണെന്ന് വെച്ചാൽ ബാർബർമാരും അലക്കുകാരും ജന്മിമാർക്ക്, ഭൂവുടമസ്ഥർക്ക് വേണ്ടി പണിയെടുക്കില്ല എന്ന ഒരു കാര്യവുമായി മുന്നോട്ട് വന്നതാണ്. അങ്ങനെ ജൂൺ 1920 ജവഹർലാൽ നെഹ്റു അവാദിലെ ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും അവിടുന്ന് ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ വിഷമങ്ങളും മനസ്സിലാക്കുകയും ഒക്ടോബർ ആയപ്പോഴേക്കും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ബാബ രാമചന്ദ്രയുടെയും മറ്റ് ആളുകളുടെയും നേതൃത്വത്തിൽ അവാദ് കിസാൻ സഭ രൂപീകരിച്ചു. ഒരു മാസമായപ്പോഴേക്കും 300ഓളം ബ്രാഞ്ചുകളായി ഈ ഒരു സഭ പല ഗ്രാമങ്ങളിലായി വ്യാപിച്ചു. അതുകൊണ്ട് തന്നെ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് പിന്നീടുള്ള വർഷങ്ങളിൽ രൂപപ്പെട്ടപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിലുള്ള അവാദിലെ കർഷകരെ ഒരുമിച്ച് കൂട്ടാൻ ശ്രമിച്ചു. പക്ഷേ അന്നേക്കും ഈ കർഷകരുടെ ഈ പ്രസ്ഥാനം വിവിധ രീതിയിലേക്ക് മാറിപ്പോയത് കൊണ്ട് തന്നെ അത് കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള വിഷമമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ 1921 ഈ ഒരു പ്രസ്ഥാനം കുറച്ചുകൂടി വ്യാപിച്ചപ്പോൾ താലൂക്കുദാരുടെയും പല കച്ചവടക്കാരുടെയും ഒക്കെ വീടുകൾ ആക്രമിക്കപ്പെട്ടു, ബസാറുകൾ കൊള്ളയടിക്കപ്പെട്ടു, പല ധാന്യങ്ങളും കൊള്ളയടിച്ചു. പല പ്രദേശങ്ങളിലും അവിടുത്തെ പ്രാദേശിക നേതാക്കൾ കർഷകരോട് പറഞ്ഞത് ഗാന്ധിജി എല്ലാ നികുതിയും ഇല്ലാതെയാക്കാൻ, അതായത് ആരും നികുതി അടയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നാടുകളെല്ലാം നമുക്ക് തന്നെയാണ്, ഇത് സാധുക്കൾക്ക് കൊടുക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ഇവരുടെ എല്ലാം ആവശ്യങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ഗാന്ധിജിയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അവർ പറഞ്ഞിരുന്നതും മറ്റുള്ളവരോട് പ്രചരിപ്പിച്ചതും. ഗോത്ര കർഷകരാകട്ടെ അവർ ഈ മഹാത്മാഗാന്ധി പറഞ്ഞ സന്ദേശങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വരാജ് എന്ന ആശയത്തെയും വേറൊരു രീതിയിലാണ് അവർ മനസ്സിലാക്കിയത്. ഉദാഹരണത്തിന് ആന്ധ്രാപ്രദേശിലെ ഗുദം കുന്നുകളിലെ ആളുകൾ അവർ ഒരു ഒളിപ്പോര് എന്ന രീതിയിലാണ് അവർ ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോയത്. 1920കളുടെ ആദ്യകാലത്താണ് ഇത്തരത്തിലൊരു മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഇതൊന്നും കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഒരു രീതിയെ അല്ലായിരുന്നു. അങ്ങനെ മറ്റ് പല വനം പ്രദേശങ്ങളിൽ പോലെ തന്നെ ഇവിടെയും കൊളോണിയൽ അധികാരികൾ ഇവരുടെ വനം അടച്ചിരുന്നു. ജനങ്ങളെ അതിലേക്ക് കാലികളെ മേയ്ക്കാനോ അതുപോലെ ചുള്ളി പറക്കാനോ അല്ലെങ്കിൽ കായ്കനികൾ പറക്കാനോ ഒന്നും അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തെ ഇത് സാരമായി ബാധിച്ചു. അതിനു പുറമെ അവരുടെ അവകാശങ്ങൾ, പരമ്പരാഗതമായ അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് ഇവരിൽ നിന്ന് ബേഗാർ ആവശ്യപ്പെട്ടപ്പോൾ, റോഡ് നിർമ്മിക്കാൻ സൗജന്യമായി ഇവർ പണി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ ജനങ്ങൾ ഇവർക്കെതിരെ തിരിഞ്ഞു. ഇവിടെ ഇതിൻ്റെ നേതൃത്വമായി മുന്നോട്ട് വന്ന ആളാണ് അലൂരി സീതാറാം രാജു. ഇദ്ദേഹത്തിന് ചില പ്രത്യേക സിദ്ധികളും അതുപോലെ കഴിവുകളും ഒക്കെ ഉണ്ടെന്നാണ് അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. ഇവർക്ക് ചില ആത്മീയമായ കഴിവുകളും അതുപോലെ തന്നെ പ്രവചന കഴിവുകളും ഒക്കെ ഉണ്ട് എന്നും ജനങ്ങളെ അവരുടെ മുറിവുണക്കാനുമൊക്കെയുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുകയും ഇദ്ദേഹം പറയുകയും ചെയ്തു. മാത്രമല്ല ഇദ്ദേഹത്തിനെ പല വെടി ഇദ്ദേഹത്തിന് കൊണ്ടാലും
അതൊന്നും ബാധിക്കില്ല എന്ന് വരെ അവർ വിചാരിച്ചു. ഇങ്ങനെ രാജുവിൻ്റെ നേതൃത്വത്തിൽ ഇദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ ഇദ്ദേഹം മഹാത്മാഗാന്ധിയെക്കുറിച്ച് വളരെ വലിയ രീതിയിൽ ഇദ്ദേഹം പറയുകയും അദ്ദേഹത്തിൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഖാദി ധരിക്കാനും മറ്റുള്ളവരെ കൊണ്ട് ഖാദി ധരിപ്പിക്കാനും കള്ളുകുടി ഒഴിവാക്കാനും ഒക്കെ അദ്ദേഹം പ്രചരിപ്പിച്ചു. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു അഹിംസ എന്ന ആശയത്തിലൂടെ ഒരിക്കലും തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമല്ല, അതുകൊണ്ട് നമ്മുടെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം നേടണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു ഗുദം, ഈ ഒരു കർഷകർ, ഈ ഒരു പോരാളികൾ അവർ പല പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചു, പല ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ കൊന്നുകളഞ്ഞു. അവർ ഒളിപ്പോരിലൂടെ സ്വരാജ് നേടിയെടുക്കാമെന്ന് അവർ വിശ്വസിക്കുകയും ശേഷം രാജുവിനെ 1924 അവർ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്തിരുന്നു. സ്വരാജ് ഇൻ ദി പ്ലാന്റേഷൻ. തൊഴിലാളികൾക്കും അവരുടേതായ രീതിയിൽ മഹാത്മാഗാന്ധിയെയും മഹാത്മാഗാന്ധിയുടെ സ്വരാജ് എന്ന ആശയത്തെയും അവർ മനസ്സിലാക്കിയിരുന്നു. ഉദാഹരണത്തിന് ആസാമിലെ തോട്ടം കർഷകർ, അവര് സ്വാതന്ത്ര്യം എന്ന ആശയത്തെ അവർ മനസ്സിലാക്കിയത് തങ്ങൾക്ക് സ്വാതന്ത്ര്യമായി തങ്ങളുടെ ഈ ഒരു തോട്ടത്തിൽ നിന്ന് പുറത്തു പോകാനും കയറി വരാനുമുള്ള സ്വാതന്ത്ര്യത്തെയാണ് അത് അവർ സ്വാതന്ത്ര്യം എന്ന് മനസ്സിലാക്കിയത്. അവരെ ഇങ്ങനെ അടച്ചുപൂട്ടിടുകയും അവരുടെ ഗ്രാമത്തോടുള്ള എല്ലാ രീതിയിലുള്ള വിനിമയങ്ങളും മുറിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇതിനു വേണ്ടി അവരെ പ്രത്യേകമായി പുറത്തു പോകാനൊന്നും സമ്മതിച്ചിരുന്നില്ല. കാരണം ഇൻലാൻഡ് എമിഗ്രേഷൻ ആക്ട് 1859 ഈ ഒരു നിയമപ്രകാരം തോട്ടം കർഷകർ അവർക്ക് ഈ തേയിലത്തോട്ടത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള അനുമതി കൊടുത്തിരുന്നില്ല. അതുപോലെ തന്നെ ഈ അനുമതി എന്ന് പറയുന്നത് വളരെ വിരളമായി മാത്രമാണ് നൽകിയിരുന്നത്. അങ്ങനെ ഇവർ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് കേൾക്കുകയും ആയിരക്കണക്കിന് ജോലിക്കാർ അവരുടെ അധികാരികൾക്കെതിരെ തിരിയുകയും ചെയ്തു. അങ്ങനെ അവർ ഈ തോട്ടങ്ങളെ ഒഴിവാക്കി അവരുടെ ഗ്രാമങ്ങളിലേക്ക് പോയി. അവരൊരു ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമാകാൻ ഗാന്ധി രാജിൽ അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അവരുടെ ഗ്രാമങ്ങളിലേക്ക് പോയി. പക്ഷേ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. വഴിമധ്യേ അവർക്ക് റെയിൽവേ ജീവനക്കാരുടെയൊക്കെ സമരത്തിൽ ഏർപ്പെടുകയും പിന്നീട് പോലീസുകാർ അവരെ പിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവരാത്ത രീതിയിലുള്ള സമര രീതികളാണ് അന്ന് വിവിധ ജനങ്ങൾ ആവിഷ്കരിച്ചിരുന്നത്. അവർ സ്വരാജിനെ അവരുടേതായ രീതിയിൽ മനസ്സിലാക്കി. അവർ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും ഇതോടുകൂടി അവസാനിക്കുമെന്ന് മനസ്സിലാക്കി. മാത്രമല്ല ഗാന്ധിജിയുടെ പേര് പറഞ്ഞുകൊണ്ട് അതിനുശേഷം സ്വതന്ത്ര ഭാരത് എന്ന മുദ്രാവാക്യം കൊണ്ടാണ് ഈ ഗോത്രവർഗക്കാർ അവരുടെ വൈകാരികമായി അവർ ഒരു ദേശീയമായ പ്രസ്ഥാനത്തിലേക്ക് അവർ ചേർന്നത്. മാത്രമല്ല ഗാന്ധിജി എന്ന മഹാത്മാഗാന്ധി എന്ന പേരും അതുപോലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഈ ഒരു മുന്നേറ്റങ്ങളുമൊക്കെ എല്ലാ ജനങ്ങളെയും ഒരു ദേശീയമായ മുന്നേറ്റത്തിലേക്കാണ് സ്വാഗതം ചെയ്തത്. ടുവേർഡ്സ് സിവിൽ ഡിസൊബീഡിയൻസ്. ഫെബ്രുവരി 1922 മഹാത്മാഗാന്ധി നോൺ കോർപ്പറേഷൻ പ്രസ്ഥാനത്തെ പിൻവലിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. കാരണം വിവിധ പ്രദേശങ്ങളിൽ സത്യാഗ്രഹികൾ അല്ലെങ്കിൽ സത്യാഗ്രഹം നടത്തുന്ന ആളുകൾ അവര് ചില ഹിംസാപരമായിട്ടുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സത്യാഗ്രഹം ചെയ്യുന്നവരെ അവരൊരു വലിയ ഒരു സമരത്തിന് മുമ്പായി തന്നെ അവരെ പരിശീലിപ്പിക്കണമെന്ന ഒരു വിചാരം അദ്ദേഹത്തിലേക്ക് വന്നു. അതുകൊണ്ട് മാത്രമല്ല കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ജനകീയമായ മുന്നേറ്റത്തെ പലരും എതിർത്തു. അവർക്ക് വേണ്ടിരുന്നത് നിയമസഭയിൽ അതുപോലെയുള്ള കൗൺസിലുകളുടെ ഇലക്ഷനിൽ കോൺഗ്രസ് മത്സരിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അങ്ങനെ കോൺഗ്രസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 അനുസരിച്ചുള്ള ഈ ഇലക്ഷൻ വേണമെന്ന് അവർ പറയുകയും ചെയ്തു. അവർ പറഞ്ഞത് ഈ ബ്രിട്ടീഷ് നയങ്ങളെ ഒക്കെ എതിർക്കുന്നതിന് വേണ്ടി കൗൺസിലിൽ അംഗമാകുക തന്നെ വേണം, അതിലൂടെ മാത്രമേ എതിർക്കാൻ കഴിയൂ എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. അല്ലാത്ത ഈ ഒരു പ്രതിഷേധങ്ങളും ഈ ഒരു മുന്നേറ്റങ്ങളൊക്കെ ജനാധിപത്യ വിരുദ്ധമാണെന്ന് അവർ പറയുകയും ചെയ്തു. CR ദാസും മോത്തിലാൽ നെഹ്റുവും ഒക്കെ അതുകൊണ്ട് ഒരു സ്വരാജ് പാർട്ടി എന്ന ഒരു പാർട്ടി തന്നെ കോൺഗ്രസിനുള്ളിൽ വേറെ രൂപീകരിച്ചു. എന്നിട്ട് അവർ ഈ ഒരു കൗൺസിൽ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ കുറേ യുവ നേതാക്കളായ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ളവരൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ ഒരു ജനകീയമായ സമരം തന്നെയാണ് വേണ്ടത് എന്ന ആശയമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇങ്ങനെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു സംവാദമുണ്ടായപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയത്. ഒന്നാമത്തത് ലോകവ്യാപകമായി ഉണ്ടായ സാമ്പത്തിക മാന്ദ്യം. രണ്ടാമതായി കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില 1926 മുതൽ
വളരെ വലിയ രീതിയിൽ ഇടിയാൻ തുടങ്ങി. അത് അവസാനം 1930 ആയപ്പോൾ പൂർണ്ണമായും തകരുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് കുറയുകയും അതിൻ്റെ കയറ്റുമതി കുറയുകയും ചെയ്തപ്പോൾ കർഷകർ അത് വലിയൊരു പ്രയാസമായി കാണുകയും മാത്രമല്ല അവർക്ക് കാര്യമായ വിളവില്ല, പക്ഷേ അവർക്ക് നികുതി കൊടുക്കേണ്ടിയും വന്നു. അങ്ങനെ 1930 വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഗ്രാമങ്ങളിൽ നിന്നുണ്ടായത്. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ രൂപപ്പെടുത്തി. ആ കമ്മീഷൻ സർ ജോൺ സൈമന്റെ കീഴിലായിരുന്നു. ഇതിൻ്റെ ഉദ്ദേശം ഈ ഒരു ജനകീയ മൂവ്മെൻറ്റ് അഥവാ ഈ ഒരു ദേശീയ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിനെ പഠിക്കാനും അതുപോലെ ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാനും പുതിയ മാറ്റങ്ങളെ പറയാനും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താനും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ ഒരു കമ്മീഷനിൽ ഉണ്ടായിരുന്ന ഒരു ന്യൂനത, ഒരൊറ്റ ഇന്ത്യൻ മെമ്പറും ഇതിലില്ലായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും ബ്രിട്ടീഷുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ സൈമൺ കമ്മീഷൻ 1928 ഇന്ത്യയിലേക്ക് വന്നപ്പോഴേക്കും ഇന്ത്യക്കാർ അതിനെ ഗോ ബാക്ക് സൈമൺ പിന്നോട്ട് പോവുക എന്ന ഒരു മുദ്രാവാക്യവുമായാണ് അവരെ വരവേറ്റത്. എല്ലാ പാർട്ടികളും, അതായത് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ള എല്ലാ പാർട്ടികളും വലിയ ഒരു ജനകീയ മുന്നേറ്റം തന്നെ ഇതിൽ നടത്തി. അവിടെ നിന്ന് ഒരു വിജയം ഉണ്ടാകുന്നതിന് വേണ്ടി, താൽക്കാലിക വിജയത്തിന് വേണ്ടി വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിൻ ഒക്ടോബർ 1929 ഒരു അടുത്ത ഭാവിയിൽ തന്നെ, സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യയുടെ ഒരു രാജ്യം എന്ന അവകാശം ഇന്ത്യക്ക് തരും എന്നൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് ലണ്ടനിൽ വിളിക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ അതിൽ തൃപ്തരായിരുന്നില്ല. മാത്രമല്ല കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും പോലുള്ള ആളുകൾ ഇതിൽ തൃപ്തിയും കാണിച്ചിരുന്നില്ല. എന്നാൽ ലിബറൽ മനോഭാവവും അതൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ, കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആ ഒരു ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥയെ അംഗീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു വിഭാഗത്തിന്, കോൺഗ്രസിനുള്ളിലുള്ള ആ ഒരു വിഭാഗത്തിന് പൂർണ്ണമായുള്ള ഒരു പിന്തുണ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. 1929 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ലാഹോർ കോൺഗ്രസ് സ്ഥാപിച്ചു. അങ്ങനെ രൂപപ്പെട്ട ആ ലാഹോർ കോൺഗ്രസിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് എന്ന ആശയം കൊണ്ടുവരുന്നത്. ഇതനുസരിച്ച് 26 ജനുവരി 1930 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയും അതിനെ തുടർന്ന് വലിയ ഒരു മുന്നേറ്റമായി കൊണ്ടുവരാനും ഒക്കെ തീരുമാനിച്ചെങ്കിലും മഹാത്മാഗാന്ധി ഈ ഒരു ആശയം അവിടേക്ക് വലിയൊരു ജനശ്രദ്ധ കിട്ടിയില്ല എന്ന് മനസ്സിലാക്കുകയും ഇനിയും ഈ ഒരു സ്വാതന്ത്ര്യം എന്ന ആശയത്തെ വിവിധ രീതിയിലുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട്, ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സമരം ആയി മുന്നോട്ട് വരണം എന്ന് വിചാരിക്കുകയും ചെയ്തു. ദ സോൾട്ട് മാർച്ച് ആൻഡ് ദി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. മഹാത്മാഗാന്ധി ഉപ്പിനെ വലിയൊരു ആയുധമായാണ് അദ്ദേഹം കണ്ടത്. കാരണം ഉപ്പ് ജനങ്ങളെ മുഴുവനും ഐക്യപ്പെടുത്തുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. 1930 ജനുവരി 31 ഗാന്ധിജി വൈസ്രോയി ആയിരുന്ന ഇർവിന് 11ഓളം വരുന്ന ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടൊരു കത്തെഴുതി. അതിൽ പൊതുവേ ഉള്ള ആവശ്യങ്ങളാണ്, താല്പര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. വേറെ വിവിധ തലത്തിലുള്ള, അതായത് വ്യാവസായികൾ മുതൽ കർഷകർ വരെയുള്ള ആളുകളുടെ ആവശ്യങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പരിഗണിച്ചുകൊണ്ട് ആയതുകൊണ്ട് തന്നെ അതൊരു ഐക്യത്തിന് സാധ്യത ഉണ്ട് എന്നതിന് അദ്ദേഹം മനസ്സിലാക്കി. ഉപ്പുമായി ബന്ധപ്പെട്ട് ഉപ്പ് കരം ഒഴിവാക്കണം എന്ന ആവശ്യം അതിലുണ്ടായിരുന്നു. ഉപ്പ് അതുകൊണ്ട് തന്നെ ധനികരെയും സാധുക്കളെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ അത് എല്ലാവരെയും ഐക്യപ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്നൊരു പ്രശ്നം, ഉപ്പിന് ഉണ്ടായിരുന്ന കരം അത് ഗവൺമെൻറ്, ബ്രിട്ടീഷുകാർക്ക് മാത്രമേ ഉപ്പ് നിർമ്മിക്കാൻ പാടുള്ളൂ എന്നതായിരുന്നു ആ നിയമം. അങ്ങനെ മഹാത്മാഗാന്ധി ഈ ഒരു വിഷയം അത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിച്ചമർത്തലാണ്, അതിൻ്റെ ഒരു അടച്ചമർത്തുന്ന ഒരു മുഖമാണിത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധി ആ കത്തിൽ അദ്ദേഹം പറഞ്ഞത്, തങ്ങളുടെ ഈ കത്ത് ഒരു അന്ത്യ നിവേദനമാണ്. ഈ ഒരു ആവശ്യങ്ങൾ നിറവേറ്റിയില്ല എങ്കിൽ മാർച്ച് 11 ഈ കത്തിൽ അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം നടപ്പിലാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഇർവിൻ ഈ മുന്നോട്ട് വെച്ച കരാറുകൾ, മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല. അങ്ങനെ മഹാത്മാഗാന്ധി ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം 240 മൈൽ ദൂരമുള്ള
ഒരു മാർച്ച് നടത്താൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. തങ്ങളുടെ വിശ്വസ്തരായ 78ഓളം വോളണ്ടിയർമാരെ കൂടെ കൂട്ടി ഗാന്ധിജി തൻ്റെ സബർമതിയിലെ ആശ്രമത്തിൽ നിന്ന് ഗുജറാത്തിലെ ദണ്ഡി തീരത്തിലേക്ക് മാർച്ച് നടത്തി. അങ്ങനെ 24 ദിവസം നീണ്ടു നിൽക്കുന്ന, ഓരോ ദിവസം 10 മൈൽ ദൂരം നടക്കുന്ന ഒരു രീതിയായിരുന്നു അവർ ആവിഷ്കരിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ മഹാത്മാഗാന്ധി നിർത്തുന്നിടത്തൊക്കെ ഒരുമിച്ച് കൂടുകയും അദ്ദേഹത്തിന്റെ കൂടെ ചേരുകയും ചെയ്തു. അവരോട് ഗാന്ധിജി സ്വരാജ് എന്ന ആശയം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയും ബ്രിട്ടീഷുകാരെ സമാധാനപരമായി തന്നെ എതിർക്കണം എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഏപ്രിൽ 6-ാം തീയതി അദ്ദേഹം ദണ്ഡി തീരത്തെത്തി. അവിടെ വെച്ച് അദ്ദേഹം നിയമത്തെ ലംഘിക്കുന്ന രീതിയിൽ തന്നെ കടൽ വെള്ളം തിളപ്പിച്ചുകൊണ്ട് ഉപ്പ് നിർമ്മിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യമാണ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിന്റെ ആദ്യം തുടക്കം എന്ന് പറയുന്നത്. എന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു സംശയം, എന്താണ് ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റും സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റും തമ്മിലുള്ള വ്യത്യാസം? അത് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഉണ്ടായിരുന്ന സമയത്ത് ബ്രിട്ടീഷുമായി സഹകരിച്ചു പോകുന്നതിനെ എതിർക്കുകയും അതിനെ നിസ്സഹകരണം ഉറപ്പാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിസ്സഹകരണം ഉണ്ട് എന്നതിന് പുറമെ തന്നെ ഈ കൊളോണിയൽ നിയമങ്ങളെ എതിർക്കാനും തുടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റിൽ നിന്ന് വ്യത്യാസപ്പെടുന്നത്. ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് തന്നെ ഈ ഒരു ഉപ്പ് നിയമത്തെ ലംഘിക്കുന്നതിന് വേണ്ടി ഈ ഒരു മാർച്ചിൽ ഭാഗവാക്കാവുകയും അവർ സ്വന്തമായി ഉപ്പ് നിർമ്മിക്കുകയും ഗവൺമെൻറ് ഉപ്പ് ഫാക്ടറികൾക്ക് മുമ്പിൽ തന്നെ അവർ സമരം നടത്തുകയും ചെയ്തു. ഈ ഒരു പ്രസ്ഥാനം വ്യാപിച്ചപ്പോൾ അതിനെ തുടർന്ന് തന്നെ വിദേശ വസ്ത്രങ്ങൾ നിർത്തലാക്കി, അതുപോലെ കള്ള് ഷാപ്പുകൾ അടച്ചുപൂട്ടി, കർഷകർ അവർ നികുതിയും അതുപോലെ മറ്റു പല കരങ്ങളും നൽകുന്നതിനെ അവർ വിസമ്മതിച്ചു. വില്ലേജ് ഉദ്യോഗസ്ഥർ അവർ ജോലിയിൽ നിന്ന് വിരമിച്ചു. പല സ്ഥലങ്ങളിലും ജനങ്ങൾ വന നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് കാട്ടിലേക്ക്, റിസർവ് വനങ്ങളിലേക്ക് പോവുകയും അവിടെ നിന്ന് തടിയും അതുപോലെ തടി സ്വീകരിക്കുകയും തടി കളക്ട് ചെയ്യുകയും അവരുടെ മൃഗങ്ങളെ അവിടെ മേയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ശക്തമായപ്പോൾ കൊളോണിയൽ അധികാരികൾ കോൺഗ്രസ് നേതാക്കന്മാരെ ഓരോന്നോരോന്നായി അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഈ ഒരു അറസ്റ്റ് വിവിധ പ്രദേശങ്ങളിലും വലിയ കലാപങ്ങൾ തന്നെ ഉണ്ടാക്കി. അതായത് അബ്ദുൽ ഗാഫർ ഖാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ, അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ വലിയൊരു ശിഷ്യനൊക്കെയാണ്. ഏപ്രിൽ 1930 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾ പെഷവാറിലെ തെരുവിൽ ഒരുമിച്ച് കൂടുകയും അവർ നേരിട്ടത് തോക്കുകളുമായി നിൽക്കുന്ന പോലീസുകാരെയായിരുന്നു. ഈ പോലീസുകാർ ഇവർക്കെതിരെ വെടിയുതിർക്കുകയും അങ്ങനെ ഒരുപാട് പേർ മരിക്കുകയും ചെയ്തു. ഒരു മാസത്തിന് ശേഷം മഹാത്മാഗാന്ധിയെയും അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഷോളാപൂരിലെ വ്യവസായ തൊഴിലാളികൾ അവർ ഇറങ്ങി വരികയും പോലീസിന്റെ മന്ദിരങ്ങളെയും മറ്റ് മുനിസിപ്പൽ മന്ദിരങ്ങളെയും കോടതി മന്ദിരങ്ങൾ അതുപോലെ റെയിൽവേ സ്റ്റേഷൻ ഇതെല്ലാം അടിച്ചു തകർക്കുകയും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടയാളങ്ങളെല്ലാം ഇല്ലാതെയാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ശക്തമായ മൃഗീയമായ രീതികൾ ആവിഷ്കരിച്ചു. അങ്ങനെ സമാധാനപരമായി സത്യാഗ്രഹം ചെയ്തിരുന്ന ഒരുപാട് പേരെ ആക്രമിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും അടിക്കുകയും അതുപോലെ 100,000-ലേറെ ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഗാന്ധിജി ഈ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് അവസാനിപ്പിച്ചു. എന്നിട്ട് ഇർവിനുമായി ഒരു കരാറിൽ 1931 മാർച്ച് 5 ഏർപ്പെടുന്നു. ഈ ഒരു കരാർ, അതായത് ഗാന്ധി ഇർവിൻ പാക്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു കരാർ അനുസരിച്ച് റൗണ്ട് ടേബിൾ കോൺഫറൻസിന് പങ്കെടുക്കാൻ ഗാന്ധിജി അനുമതി നൽകി. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ലണ്ടനിൽ വെച്ച് റൗണ്ട് ടേബിൾ കോൺഗ്രസ് നടക്കുകയും അതിനെ തുടർന്ന് ഈ ഒരു തടവുകാരെ മോചിപ്പിക്കാൻ അവർ സമ്മതിക്കുകയും ചെയ്തു. 1931 ഗാന്ധിജി ലണ്ടനിലേക്ക് പോയി. അവിടെ കോൺഫറൻസിൽ പങ്കെടുത്തു. പക്ഷേ കോൺഫറൻസിൽ തങ്ങളുടെ ആവശ്യങ്ങൾ സമ്മതിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ വിഷമിച്ചുകൊണ്ട് തന്നെ ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കണ്ടത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പുതിയ ഒരുപാട് രീതികൾ ജനങ്ങളെ അടിച്ചമർത്താൻ ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. ഗാഫർ ഖാനും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ജയിലിലായി. കോൺഗ്രസ് ഈ രാജ്യത്ത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. അതുപോലെ ഒരുമിച്ച് കൂടാനും സമരം ചെയ്യാനും അതുപോലെ ഓരോ വസ്തുക്കൾ നിർത്തലാക്കാനും ഉള്ള അനുവാദം ഇല്ലാതെയായി. അങ്ങനെ വലിയ ഒരു സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി വീണ്ടും സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് ആരംഭിക്കുകയാണ്.
പക്ഷേ ഒരു വർഷക്കാലത്തോളം വളരെ സജീവമായി നിന്നെങ്കിലും 1934 ശേഷം സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ആ ഒരു ആവേശം കെട്ടണയുകയാണ് ഉണ്ടായത്. ഹൗ പാർട്ടിസിപ്പൻസ് സോ ദ മൂവ്മെൻറ്റ്. വിവിധ സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ അവർ വിവിധ കാഴ്ചപ്പാടോടുകൂടിയാണ് സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റിലേക്ക് അവർ പങ്കെടുത്തത്. ഗ്രാമങ്ങളിലാണെങ്കിൽ ധനിക കർഷകരുടെ സമൂഹങ്ങൾ, അവർ ഉദാഹരണത്തിന് പെട്ടീദാർ സമൂഹം, ഗുജറാത്തിലെ പെട്ടീദാർ സമൂഹം, ഉത്തർപ്രദേശിലെ ജാട്ടുകൾ, ഇവരൊക്കെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ വളരെ ആക്റ്റീവായി അവർ പങ്കെടുത്തത്. അവരൊരു കൊമേഴ്ഷ്യൽ ക്രോപ്പുകൾ, അതായത് വാണിജ്യമായിട്ടുള്ള ഈ ധാന്യങ്ങൾ ഒക്കെ കൃഷി ചെയ്യുന്നവരെന്ന നിലയിൽ തന്നെ അവരെ വളരെ വലിയ രീതിയിലാണ് കച്ചവടത്തിൽ വന്ന ഇടിവും വിലയിൽ വന്ന ഇടിവും ഒക്കെ ബാധിച്ചത്. അങ്ങനെ അവരുടെ വരുമാനം കുറഞ്ഞപ്പോൾ അവർക്ക് ഈ ഗവൺമെന്റിനുള്ള നികുതികൾ അടയ്ക്കാൻ അവർക്ക് പ്രയാസമായി. അങ്ങനെ ഈ ഗവൺമെന്റ് ഇവരുടെ നികുതിയിൽ ഇളവ് വരുത്താനോ ഒന്നും ശ്രമം നടത്താത്തതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ദേഷ്യവും ഒരു സമരവും ഇവർക്കിടയിൽ നിന്ന് രൂപപ്പെട്ടു. അങ്ങനെ ഇത്തരത്തിൽ ഒരു സമരം ഓൾറെഡി നടത്തിയ ആളുകളാണ് സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റിൽ ഭാഗവാക്കായത്. അങ്ങനെ വിവിധ തരത്തിലുള്ള സമരത്തിലൂടെ ഇവർ മുന്നോട്ട് പോയി. അങ്ങനെയാണ് പിന്നീട് സ്വരാജ് എന്ന ആശയം അവർ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടേതായ രീതിയിൽ സ്വരാജ് എന്ന് പറഞ്ഞാൽ വലിയ നികുതിക്കെതിരെയുള്ള പോരാട്ടം എന്നാണ് അവർ മനസ്സിലാക്കിയത്. പക്ഷേ പിന്നീട് ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ് 1931 അവസാനിപ്പിച്ചപ്പോൾ അവർ എല്ലാവരും നിരാശരാവുകയും പിന്നീട് ഇത് തുടങ്ങിയപ്പോൾ 1932 വീണ്ടും പുനരാരംഭിച്ചപ്പോൾ ഇവർ പിന്തുണയ്ക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. സാധുക്കളായ കർഷകരെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഈ നികുതി കുറയ്ക്കണമെന്ന ആവശ്യം മാത്രമായിരുന്നില്ല അവർക്ക് ഉണ്ടായിരുന്നത്. അവരിൽ പലരും ചെറിയ കർഷകരാണ്, അവർ വാടകയ്ക്ക് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നവരാണ്. അങ്ങനെ അവരുടെ ഇടയിൽ നിന്നുള്ള ഈ ഒരു വിഷമവും അതുപോലെ വരുമാനം ഇടിയുകയും ഒക്കെ ചെയ്തപ്പോൾ അവരുടെ വാടക തിരിച്ചടയ്ക്കാൻ അവർ വിസമ്മതിച്ചു. അവർക്ക് വാടക ഈ ഉടമകൾക്ക് നൽകാതിരിക്കാനുള്ള ആവശ്യമാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ആശയവുമായി മുന്നോട്ട് വന്നപ്പോൾ അവർ പലപ്പോഴും സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകളാണ് ഇവർക്ക് പിന്തുണ നൽകിയത്. ഇവരെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നില്ല. കാരണം ഇവരെ പിന്തുണച്ചു കഴിഞ്ഞാൽ ധനികർക്ക് എതിരെ കോൺഗ്രസ്സുകാർക്ക് നിൽക്കേണ്ടി വരും. അത് കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ബാധിക്കുമെന്ന് കരുതിയിട്ട് ഈ നോ റെന്റ് ക്യാമ്പയിൻ, അതായത് വാടക കൊടുക്കാത്ത ഒരു സമരം, അതിനെ ഇവർ പിന്തുണച്ചില്ല എന്നുള്ളതാണ്. ഇനി എങ്ങനെയായിരുന്നു ബിസിനസ് വർഗങ്ങൾ അല്ലെങ്കിൽ ഈ ആളുകൾ, ബിസിനസ് ചെയ്തിരുന്ന ആളുകൾ, അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? അവർ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് വ്യവസായികളും കച്ചവടക്കാർക്കും ഒക്കെ പൊതുവെ വലിയ വരുമാനമുണ്ടായ സമയമാണ്. അങ്ങനെ അവർക്ക് സമൂഹത്തിൽ വലിയ അധികാരമൊക്കെ ലഭിച്ചിരുന്നു. അവരങ്ങനെ അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നിട്ട് അവരിപ്പോൾ ഈ കൊളോണിയൽ വ്യവസ്ഥയ്ക്കെതിരെ, ഇവരുടെ ബിസിനസ്സിനെ തടയുന്ന ഈ കൊളോണിയൽ വ്യവസ്ഥകളും നയങ്ങൾക്കും എതിരെ അവരിപ്പോൾ തിരിയാനും തുടങ്ങി. അങ്ങനെ അവർക്ക് അവർ ഇറക്കുമതി ചെയ്യുന്ന, ഈ ബ്രിട്ടീഷുകാർ ഇറക്കുമതി ചെയ്യുന്ന ഫോറിൻ വസ്തുക്കളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരണമെന്നും അതുപോലെ ഇവിടേക്ക് വരുന്ന ഈ വസ്തുക്കൾ അതിൽ ഈ ചുങ്കവും അങ്ങനെയുള്ള നികുതിയും ഒക്കെ ഏർപ്പെടുത്തണം എന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു. ഇങ്ങനെ ഈ ബിസിനസ്സുകാരുടെ ഈ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് 2 സംഘടനകൾ രൂപീകരിക്കുന്നു. ഒന്ന് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ കോൺഗ്രസ് എന്ന പേരിൽ 1920 ദ ഫെഡറേഷൻ ഓഫ് ദി ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് എന്ന പേരിൽ FICCI 1927 രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം മുൻനിർത്തി കൊണ്ടുപോയത്, അതായത് ഈ ഒരു ബിസിനസ് വർഗത്തിൻ്റെ ഇടയിൽ ഉള്ള ഈ ഒരു സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയത് പുരുഷോത്തം ദാസ് താക്കൂർദാസ് എന്ന ആളാണ്. അപ്പോൾ ഈ പുരുഷോത്തം ദാസ് താക്കൂർദാസും GD ബിർളയും അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെ ഈ കൊളോണിയൽ അധികാരത്തെ എതിർക്കുകയും അവർ സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റിനോട് അവർ അനുഭാവം കാണിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ ഈ ഒരു മുന്നേറ്റങ്ങൾക്കും സമരങ്ങൾക്കും വേണ്ടിയുള്ള സാമ്പത്തിക സഹായങ്ങളും ഒക്കെ നൽകുകയും അതുപോലെ തന്നെ ഈ ഇമ്പോർട്ട് ചെയ്ത, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത വസ്തുക്കളെ അതിൻ്റെ വിൽപ്പനയും വാങ്ങലും അവർ ഒഴിവാക്കുകയും ചെയ്തു. ഇതിൽ ഈ ബിസിനസ്സുകാരൊക്കെ
അവർ സ്വരാജ് എന്ന ആശയത്തെ അവർ മനസ്സിലാക്കിയത് അവരുടെ ഈ ബിസിനസ്സിനെതിരെ നിൽക്കുന്ന കൊളോണിയൽ വ്യവസ്ഥകൾ, കൊളോണിയൽ നിയമങ്ങൾ അതിനെ ഒഴിവാക്കുക, അതുപോലെ തന്നെ ഇവരുടെ കച്ചവടത്തെയും ഇവരുടെ വ്യവസായത്തെയും ഇന്ത്യയിൽ ഒരു തടസ്സവുമില്ലാതെ വളർത്തിക്കൊണ്ടുവരിക എന്നതായിരുന്നു ഇവരുടെ ആശയത്തിലുള്ള സ്വരാജ്. എന്നാൽ ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസിന് ശേഷം അത് പരാജയപ്പെട്ടപ്പോൾ ഈ ബിസിനസ് വർഗങ്ങൾ അവർക്ക് ഉള്ള ആവേശം നഷ്ടമാവുകയും അവർക്കിടയിൽ ഈ കലാപപരമായിട്ടുള്ള ഒരു സമീപനം ബ്രിട്ടീഷുകാർക്കെതിരെ അവരിൽ നിന്ന് വരികയും ചെയ്തു. അങ്ങനെ ഇത്തരം ബിസിനസ്സുകാരെ സഹായിക്കാൻ കഴിയാതെ വരികയും അതിനു പുറമെ കോൺഗ്രസിൽ തന്നെ പലരും സോഷ്യലിസം അനുസരിച്ച് ഉള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തപ്പോൾ അത് ഈ ബിസിനസ്സുകാരെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ വ്യവസായ തൊഴിലാളികൾ അവരിൽ പലരും സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നില്ല. എന്നാൽ നാഗ്പൂരിലെ ഭാഗങ്ങളിലുള്ള ഈ തൊഴിലാളികൾ അവർ കോൺഗ്രസുമായി പ്രവർത്തിച്ചിരുന്നു. കാരണം കോൺഗ്രസ് അവിടെയുള്ള തൊഴിലാളികളുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നത് കൊണ്ടാണ്. ഈ ചിലരൊക്കെ ഈ ഡിസൊബീഡിയന്റുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിച്ചെങ്കിൽ പോലും ഭൂരിഭാഗം ആളുകളും ഇതിൽ ചേർന്ന് പ്രവർത്തിച്ചില്ല. എന്നാലും അവർ ഗാന്ധിയൻ ആശയങ്ങൾ പലരും സ്വീകരിച്ചിരുന്നു. കാരണം ഫോറിൻ ഉൽപ്പന്നങ്ങളെ അവർ വാങ്ങിച്ചിരുന്നില്ല. അതുപോലെ അവർക്കുണ്ടായിരുന്ന കുറഞ്ഞ വേതനം, അതുപോലെ മോശമായ ജോലി സാഹചര്യം, ഇതിനെതിരെ അവർ പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. റെയിൽവേ ജോലിക്കാർ, അതുപോലെ തന്നെ ഷിപ്പ് യാർഡിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരും 1932 വർഷങ്ങളിലൊക്കെ സമരം ചെയ്യുകയും മുന്നോട്ട് വരികയും ചെയ്തിരുന്നു. ആയിരക്കണക്കിന് ജീവനക്കാർ 1930 ചോട്ടാ നാഗ്പൂരിലെ ടിൻ ഖനികളിൽ ഗാന്ധി തൊപ്പി വെച്ച് റാലികൾ സംഘടിപ്പിക്കുകയും സമരം ചെയ്യുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ് ഈ ഒരു ആളുകളെ പിന്തുണച്ചിരുന്നില്ല. കാരണം ഈ തൊഴിലാളികളെല്ലാം എതിരെ നിന്നത് ഈ വ്യവസായികൾക്കെതിരെയാണ്. പക്ഷേ ഈ വ്യവസായികൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് കോൺഗ്രസ് ഇവർക്കെതിരെ തിരിയുന്നു, ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന ഒരു ചിത്രം വരാതിരിക്കുന്നതിന് വേണ്ടി ഈ സാധുക്കളായ ഈ തൊഴിലാളികളെ സഹായിക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വന്നില്ല. പിന്നെ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിന്റെ മറ്റൊരു പ്രത്യേകത, ധാരാളമായി സ്ത്രീകൾ ഈ ഒരു സമരത്തിൽ വന്നു ചേർന്നു എന്നുള്ളതാണ്. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ ആ സമയത്ത് ആയിരക്കണക്കിന് സ്ത്രീകളാണ് തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അവർ മാർച്ചിൽ പങ്കെടുത്തു, അതുപോലെ തന്നെ അവർ ഉപ്പ് നിർമ്മിച്ചു, അതുപോലെ തന്നെ മറ്റ് വിദേശത്തു നിന്ന് കൊണ്ടുവന്ന വസ്ത്രങ്ങൾ, കള്ള് ഷാപ്പുകൾ ഇതെല്ലാം അടച്ചുപൂട്ടി. അവരിൽ പലരും ജയിലിലേക്ക് പോയി. എന്നാൽ ഈ സിറ്റി ഏരിയയിൽ, നഗരത്തിലൊക്കെ പുറത്തിറങ്ങിയ സ്ത്രീകളെല്ലാം ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളാണ്. എന്നാൽ ഗ്രാമങ്ങളിലാവട്ടെ ധനികരായ കർഷകരുടെ വീട്ടിൽ നിന്നാണ് സ്ത്രീകൾ പുറത്തിറങ്ങിയത്. ഈ ഗാന്ധിജിയുടെ ഈ ഒരു ആഹ്വാനത്തിനെ തുടർന്നുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യൽ തങ്ങളുടെ ദൗത്യമാണ്, അതൊരു പുണ്യകർമ്മമാണ് എന്ന് സ്ത്രീകൾ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവർ സമൂഹത്തിൽ ഇറങ്ങി വരികയും ചെയ്തു. പക്ഷെ എന്നാൽ പോലും സ്ത്രീകളെ ഗാന്ധിജി വലിയ രീതിയിൽ പരിഗണന നൽകിയില്ല എന്ന് കൂടി മനസ്സിലാക്കണം. കാരണം സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടവരാണെന്നും സ്ത്രീകൾ തങ്ങളുടെ നല്ല അമ്മമാരും നല്ല ഭാര്യമാരും ആകേണ്ടവരാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് സ്ത്രീകളെ കോൺഗ്രസ് പാർട്ടിയിലേക്കും സംഘടനയിലേക്കൊക്കെ അംഗീകരിക്കുന്നത്. ദ ലിമിറ്റ്സ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ്. എല്ലാ സാമൂഹിക ഗ്രൂപ്പുകളും ഈ ഒരു സ്വരാജ് എന്ന ആശയത്തെ അവർ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നില്ല, അവരതിനനുസരിച്ച് പ്രവർത്തിച്ചു വരുന്നില്ല. അങ്ങനെ അത്തരത്തിൽ ഉള്ള ഒരു വിഭാഗമാണ് തൊട്ടുകൂടാത്തവരെന്ന് പറഞ്ഞ 1930കളിൽ അറിയപ്പെട്ട ഗ്രൂപ്പുകൾ. അവർ ദളിതരായിരുന്നു. ഒരുപാട് കാലം ഈ കോൺഗ്രസ് ഇത്തരം ഈ ദളിതരെ പരിഗണിച്ചിരുന്നില്ല. കാരണം ഇവരെ പരിഗണിച്ചു കഴിഞ്ഞാൽ ഹിന്ദുക്കളിൽ നിന്നുള്ള മേൽജാതിക്കാരെ, യാഥാസ്ഥികരായ മേൽജാതിക്കാർക്കെതിരെ കോൺഗ്രസ് മുന്നോട്ട് വരുമോ എന്ന് ഭയന്നിട്ടാണ് ഇവർ ഇത്തരത്തിലൊരു നടപടി എടുത്തിരുന്നത്. പക്ഷേ മഹാത്മാഗാന്ധി ഇവരെ ഈ സ്വരാജ് എന്ന ആശയം കൊണ്ടുവന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഒരു 100 വർഷം ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോയാൽ പോലും കോൺഗ്രസ്സിന് ഇത്തരം ആളുകളെ, ഈ തൊട്ടുകൂടാത്തവർ എന്ന് പറയുന്ന ഒരു സമൂഹം, അവരെ ആ ഒരു സ്ഥിതിയിൽ നിന്ന് മാറ്റാതെ ഒരിക്കലും തന്നെ നമുക്ക് സ്വരാജ് കരസ്ഥമാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇവർ ഈ തൊട്ടുകൂടാത്തവർ എന്ന് പറയുന്ന ആളുകളെ ഗാന്ധിജി വിളിച്ചത് ഹരിജനങ്ങൾ എന്നാണ്. അങ്ങനെ അദ്ദേഹം ഈ സത്യാഗ്രഹങ്ങളിലൂടെ ക്ഷേത്രപ്രവേശനം ഇവർക്ക് സാധ്യമാക്കുകയും അതുപോലെ പൊതു കിണറുകൾ, പൊതു ടാങ്കുകൾ, റോഡുകൾ, സ്കൂളുകൾ ഇതെല്ലാം ഈ തൊട്ടുകൂടാത്തവരെന്ന് പറയുന്ന ഈ ഒരു സമൂഹത്തിന്
അതെല്ലാം സാധ്യമാക്കുകയും ഇദ്ദേഹം ചെയ്തു. അതിനുവേണ്ടി ഗാന്ധിജി ചെയ്ത ഒരു കാര്യം, അദ്ദേഹം തന്നെ സ്വന്തമായി തൂപ്പുകാരുടെയും അതുപോലെ തോട്ടിക്കാരുടെയും ജോലി ഏറ്റെടുക്കുകയും അദ്ദേഹം കക്കൂസുകൾ പോലും വൃത്തിയാക്കുകയും ചെയ്തു. അതുപോലെ മേൽജാതിയിലുള്ള പല ആളുകളെയും ഈ തൊട്ടുകൂടായ്മ എന്നത് ഒരു തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ പോലും പല ദളിത് നേതാക്കളും രാഷ്ട്രീയമായി മറ്റ് പല പരിഹാരങ്ങളും ഈ ഒരു പ്രശ്നത്തിന് അവർ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സമൂഹത്തെ, ദളിതരെ ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് പ്രത്യേക സീറ്റുകൾ, സംവരണ സീറ്റുകൾ വേണമെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ഇലക്ഷനിലും ഒക്കെ അവർക്ക് പ്രത്യേക സംവരണം വേണമെന്ന് അവർ പറയുകയും രാഷ്ട്രീയമായി ഉള്ള ഇവരെ അധികാരങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ സാമൂഹികമായി ഇവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമാകും എന്ന് അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്നാൽ ഈ ദളിത് സമൂഹം സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിന് പങ്കെടുത്തത് വളരെ കുറവായിരുന്നു. ഈ ഒരു മഹാരാഷ്ട്ര, നാഗ്പൂർ പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ ഒരു ദളിത് സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പിന്തുണ ഉണ്ടായത്. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഈ ഒരു ദളിതരുടെ സംഘടന ആയ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ എന്ന എന്നൊരു ഘടകം കൊണ്ടുവരുന്നത്. 1930 അത് രൂപീകരിച്ചത്. അദ്ദേഹം മഹാത്മാഗാന്ധിയുമായി രണ്ടാമത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ അദ്ദേഹം ആശയപരമായി എതിരാകുന്നുണ്ട്. കാരണം അദ്ദേഹം BR അംബേദ്കർ മുന്നോട്ട് വെച്ച ഒരു ആശയം ദളിതർക്ക് പ്രത്യേക ഒരു ഇലക്ഷനിൽ പ്രത്യേക സംവരണം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ബ്രിട്ടീഷുകാർ ഈ അംബേദ്കറിൻ്റെ ആശയത്തോട് യോജിച്ച് നിന്നു. ഗാന്ധിജി ആകട്ടെ ഈ ഒരു ആശയത്തിനെതിരെ സത്യാഗ്രഹവും ചെയ്തു. അദ്ദേഹം നിരാഹാര സമരത്തിലേക്ക് പോയി. ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് ദളിതർക്ക് പ്രത്യേക മണ്ഡലങ്ങളൊക്കെ നൽകുകയാണ് എങ്കിൽ അത് സമൂഹത്തിനിടയിൽ അവർ ഐക്യപ്പെടാൻ അത് വളരെ പ്രയാസമുണ്ടാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അവസാനം അംബേദ്കറും ഗാന്ധിജിയും ഒരു ഒത്തുതീർപ്പിലെത്തുകയും പൂന പാക്ട് അനുസരിച്ച് സെപ്റ്റംബർ 1932 ഈ ഒരു സമൂഹം, അതായത് ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന ഒരു തലത്തിലേക്ക് ഇവരെ കൊണ്ടുവന്ന് പിന്നീട് അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന SC കാറ്റഗറി ആയിട്ട് ഇത് മാറുകയുമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഇതുപോലെ നാട്ടുരാജ്യങ്ങളിൽ ഉള്ള എലക്ഷനിൽ ഇവർക്ക് പ്രത്യേക സംവരണ സീറ്റുകൾ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടുള്ള പോരാട്ടങ്ങളിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ തന്നെ ഈ തൊട്ടുകൂടാത്തവർ കൂടെ എന്ന് പറയുന്ന ഹരിജനങ്ങൾ, ദലിതർ കൂടെ ഉണ്ടായിരുന്നു. മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവരും ഈ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റുമായി ഒത്തുചേരാൻ അവർക്കും ചില വിസമ്മതം അവരും കാണിച്ചിരുന്നു. നോൺ കോർപ്പറേഷൻ ഖിലാഫത്ത് പ്രസ്ഥാനം അത് പരാജയപ്പെട്ടപ്പോൾ അതിനുശേഷം പല മുസ്ലിങ്ങളും, വലിയ ഒരു ശതമാനം മുസ്ലിങ്ങൾ തന്നെ കോൺഗ്രസിൽ നിന്ന് മാറിപ്പോയി. അങ്ങനെ 1920 മധ്യകാലം മുതൽ കോൺഗ്രസ് മാത്രമല്ല, ഇത് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ 1920 മധ്യകാലം മുതൽ കോൺഗ്രസ് പല പ്രധാനപ്പെട്ട ഹിന്ദു മതസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഹിന്ദു മഹാസഭ അങ്ങനെ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ചു. ഇങ്ങനെ മുസ്ലിം ഹിന്ദു ഐക്യം, ആ ഒരു ബന്ധത്തിന് വിള്ളലുണ്ടായി. സമൂഹത്തിൽ പല രീതിയിലുള്ള സ്പർദ്ധയും ഇവർ തമ്മിൽ ഉണ്ടായി. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു അടുപ്പം അത് അടുത്ത ഭാവിയിലൊന്നും സാധ്യമാവാത്ത രീതിയിൽ രണ്ട് സമൂഹങ്ങളും തമ്മിൽ കലഹങ്ങളായി എന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസും മുസ്ലിം ലീഗും പലതരത്തിലുള്ള കരാറുകളിലൂടെയും ഒരു സംയമനത്തിലെത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ 1927 അത്തരത്തിലുള്ള ഒരു സംയമനം അത് സാധ്യമാണെന്നൊക്കെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഉയർന്നു വന്ന ഒരു ചോദ്യം ഭാവിയിലെ അസംബ്ലികളിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ചായിരുന്നു. എങ്ങനെയായിരിക്കും മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടാവുക? അതുപോലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവായ മുഹമ്മദ് അലി ജിന്ന അദ്ദേഹം മുന്നോട്ട് വെച്ചത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അതിനനുസരിച്ചുള്ള സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് വേണം, അതുപോലെ തന്നെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് വേറെ പ്രത്യേക മണ്ഡലങ്ങൾ വേണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, ആവശ്യങ്ങൾക്കൊക്കെ മുന്നോട്ട് വെച്ച് അതുമായി ഒരു സംയമനത്തിലെത്തി ഹിന്ദു മുസ്ലിം ബന്ധം ഉറപ്പിക്കാൻ ഉള്ള സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴേക്കും MR ജയകർ എന്ന ഹിന്ദു നേതാവ്, അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ നേതാവ്, അദ്ദേഹം ഈ ഒരു വിഷയത്തിനെ
പൂർണ്ണമായും എതിർക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വിവിധ സമൂഹങ്ങൾക്കിടയിൽ സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉയരുകയും കോൺഗ്രസ് വലിയ ശതമാനം മുസ്ലിങ്ങളിൽ നിന്ന് മാറി ഒരു പ്രവർത്തനം നടത്തുകയും ചെയ്തു. അങ്ങനെ പല മുസ്ലിം നേതാക്കളും മുസ്ലിങ്ങൾക്ക് പ്രത്യേകം വേറെ ഒരു മുസ്ലിങ്ങൾ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ് എന്നും അതിന് വേണ്ടിയുള്ള നയങ്ങൾ രൂപപ്പെടുത്തണമെന്നൊക്കെ അവർ മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു മെജോറിറ്റി മുസ്ലിങ്ങളുടെ ഈ ഒരു ന്യൂനപക്ഷമായതുകൊണ്ട് തന്നെ അവരെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്ന് പോലും ഭയന്നിരുന്നു എന്നാണ്. ദ സെൻസ് ഓഫ് കളക്റ്റീവ് ബിലോങ്ങിങ്, നാഷണലിസം എന്ന ആശയം ജനങ്ങൾക്കിടയിൽ അത് പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് തങ്ങൾ ഒരു രാജ്യത്തിന്റെ മക്കളാണ്, ഒരു രാജ്യത്തുള്ളവരാണ് എന്ന വിശ്വാസം വന്നു. ഈ ഒരു ആശയം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നൊരു ചോദ്യമുണ്ട്. ഈ ഒരു രൂപപ്പെടാൻ വിവിധ തരത്തിലുള്ള ഒരു സംഘടിത പ്രയത്നത്തിലൂടെയാണ് അത്തരത്തിലുള്ള ഒരു ആശയം രൂപപ്പെട്ടത്. പക്ഷെ അതിന് പുറമെ സാംസ്കാരികമായി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നാഷണലിസം, ദേശീയത എന്ന ആശയം ജനങ്ങളുടെ സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്നത് ചരിത്രത്തിലൂടെയും കഥകളിലൂടെയും നാടോടി കഥകളിലൂടെയും പാട്ടുകളിലൂടെയും രചനകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അങ്ങനെയുള്ള മറ്റ് പല കലകളിലൂടെയൊക്കെയാണ് ഈ ഒരു ദേശീയത എന്ന ആശയം ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതുപോലെ ദേശീയത എന്ന ഒരു ആശയം അതിനെ അടയാളപ്പെടുത്താൻ ചില ചിത്രങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ ഈ ഒരു ചിത്രത്തിലൂടെ ജനങ്ങളുടെ മനസ്സിൽ തങ്ങൾ ഒരു ഇന്ന ദേശത്തിന്റെ ആളാണ് എന്ന ഒരു രൂപം കൊണ്ടുവരികയും 20ാം നൂറ്റാണ്ടില് ഇത്തരത്തിലുള്ള ഒരു ദേശീയത എന്ന വികാരം രൂപപ്പെട്ടതും വളർന്നു വന്നതുകൊണ്ട് തന്നെ ഭാരത് മാതയുടെ ചിത്രം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് രൂപപ്പെട്ടു എന്നുള്ളതാണ്. ആദ്യമായി ബങ്കിം ചന്ദ്ര ചതോപാധ്യായാണ് ഇങ്ങനെ ഭാരത് മാതയുടെ ഈ ചിത്രം കൊണ്ടുവരുന്നത്. 1870കളിൽ അദ്ദേഹം തന്നെ വന്ദേ മാതരം എന്ന ഒരു പാട്ട് എഴുതുന്നുണ്ട്. അതിനുശേഷം അത് ആനന്ദമഠം എന്ന നോവലിൽ അത് പ്രസിദ്ധീകരിച്ചു വന്നു. ഇത് സ്വദേശി മൂവ്മെന്റ് ബംഗാളിൽ ആരംഭിച്ചപ്പോൾ വ്യാപകമായി വന്ദേ മാതരം ആളുകൾ ഏറ്റെടുത്ത് പാടി എന്നുള്ളതാണ്. ഇങ്ങനെ സ്വദേശി മൂവ്മെന്റിൽ നിന്ന് ഒരു ആവേശം കൊണ്ടിട്ട് അമരീന്ദ്രനാഥ് ടാഗോർ ഈ ഭാരത് മാതയെ പെയിന്റ് ചെയ്യുന്നുണ്ട്, വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ഈ അമരീന്ദ്രനാഥ് ടാഗോറിന്റെ ഭാരത് മാത വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു ദൈവികമായ ഒരു ആത്മീയമായ ഒരു രൂപമാണ് ആ ഒരു ഭാരത് മാതയ്ക്ക് ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ഭാരത് മാതയുടെ വിവിധ രൂപങ്ങൾ വിവിധ ആളുകൾ വരയ്ക്കുകയും പെയിന്റ് ചെയ്യുകയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ചിത്രത്തോട്, ഭാരത് മാത എന്ന ചിത്രത്തോട് ഉള്ള ആളുകളുടെ ആ ഒരു അടുപ്പം അതായിരുന്നു പിന്നീട് ജനങ്ങളുടെ ദേശീയത അളന്നിരുന്നത്. ഇങ്ങനെ ദേശീയത എന്ന ആശയം വിവിധ തരത്തിലുള്ള ഇന്ത്യൻ നാടോടി കഥകളിലൂടെയും വളർന്നിരുന്നു എന്നുള്ളതാണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലമായപ്പോൾ ഈ ജനാധിപത്യവാദികൾ അല്ലെങ്കിൽ ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഇത്തരത്തിലുള്ള നാടോടി കഥകളും കവിതകളും ഒക്കെ ശേഖരിക്കാൻ വിവിധ ഗ്രാമങ്ങളിലേക്ക് അവർ പോയി. അവർ വിശ്വസിച്ചത് ഇന്ത്യയുടെ യഥാർത്ഥ ആ ഒരു ആവേശം, ആ ഒരു പാരമ്പര്യ സംസ്കാരം ഇത്തരത്തിലുള്ള കഥകളിലൊക്കെയാണ് ഉള്ളത്. അത് ഈ വിദേശികൾ വന്നപ്പോൾ അതിൻ്റെ ആ സംസ്കാരങ്ങൾക്ക് ഇടിവ് വരികയും ഇതിൻ്റെ സംസ്കരണത്തിലൂടെയും ഇതിൻ്റെ സംരക്ഷണത്തിലൂടെയും മാത്രമേ നമുക്ക് ദേശീയത എന്ന ആശയം നിലനിർത്താൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ബംഗാളിലാവട്ടെ ഈ കാലത്ത് രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹം തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് നാടോടി കഥകളും സാംസ്കാരികമായ ഒരുപാട് രചനകളും അദ്ദേഹം ശേഖരിച്ചു വെച്ചു. മദ്രാസിലാകട്ടെ നടേശ ശാസ്ത്രി എന്ന് പറയുന്ന ഒരാൾ 4 വോള്യങ്ങളടങ്ങുന്ന തമിഴ് നാടോടി കഥകൾ അദ്ദേഹം ക്രോഡീകരിക്കുകയും ദ ഫോക്ലോർ ഓഫ് സദേൺ ഇന്ത്യ എന്ന പേരിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഇതൊക്കെ തന്നെ ദേശീയ സാഹിത്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ യഥാർത്ഥ ചിന്തകളും അവരുടെ സ്വഭാവങ്ങളുമൊക്കെ ഇതിലുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ ദേശീയ പ്രസ്ഥാനം രൂപപ്പെട്ടു. ജനങ്ങൾ അതുപോലെ ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ അവർ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ അത് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുമെന്നും ജനങ്ങൾക്ക് ദേശീയത എന്ന ആശയം അവരുടെ മനസ്സിൽ കൊണ്ടുവരുമെന്ന് അവർ കൂടുതലായി മനസ്സിലാക്കി. അങ്ങനെ സ്വദേശി പ്രസ്ഥാനം ബംഗാളിൽ നടക്കുമ്പോൾ ഒരു ത്രിവർണ്ണ പതാക രൂപപ്പെടുത്തി. അത് ചുമപ്പും പച്ചയും മഞ്ഞയും അടങ്ങിയ നിറമായിരുന്നു ആ പതാകയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഒരു 8 താമരകൾ ഉണ്ടായിരുന്നു. അത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 നാട്ടുരാജ്യങ്ങളെ സൂചിപ്പിച്ചതാണ്. ഒരു ചന്ദ്രക്കല ഉണ്ടായിരുന്നു. അത്
ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ചന്ദ്രക്കല ഉണ്ടായിരുന്നത്. 1921 അതായത് ഈ ഒരു പതാകയിൽ ഉണ്ടായിരുന്ന താമരകൾ ഹിന്ദുക്കളെയും അതുപോലെ ചന്ദ്രൻ മുസ്ലിങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു. 1921 ഗാന്ധിജി ഒരു സ്വരാജ് പതാക അദ്ദേഹം രൂപപ്പെടുത്തുന്നു. അത് ത്രിവർണ പതാക തന്നെയാണ്. അത് ചുമപ്പ്, പച്ച, വെള്ള നിറമായിരുന്നു. അതിൻ്റെ മധ്യത്തിൽ ഒരു ചർക്ക ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ സ്വയം സഹായം എന്ന ആ ഒരു ആശയത്തെ ഊന്നിക്കൊണ്ടാണ് ഈ ഒരു ചർക്ക അവിടെ വെച്ചത്. പിന്നെ ഈ ജനങ്ങളുടെ മനസ്സിൽ ഈ ഒരു ദേശീയത രൂപപ്പെടുത്താൻ കൊണ്ടുവന്ന മറ്റൊരു ശ്രമമാണ് ചരിത്രത്തിന്റെ പുനരാവിഷ്കരണം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി പല ആളുകളും ദേശത്തിന്റെ ചരിത്രത്തെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ആവിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കണക്കാക്കിയത് താഴ്ന്നവരെന്നും പഴമക്കാരും എന്നൊക്കെയാണ്. അപ്പോൾ ഇന്ത്യക്കാരുടെ പോയ കാല പ്രൗഢിയും നേട്ടങ്ങളും എഴുതിക്കൊണ്ടുള്ള ചരിത്രം അങ്ങനെ ക്രോഡീകരിക്കാൻ തുടങ്ങി. അങ്ങനെ പഴയ കാലത്ത് ഇന്ത്യയുടെ സംസ്കാരം, അതിനെ അറിയിക്കുന്ന കലകൾ, അതുപോലെ കെട്ടിടങ്ങൾ, വാസ്തുശൈലി, ശാസ്ത്രം, ഗണിതം, മതം, സംസ്കാരം, നിയമം, ഫിലോസഫി, അങ്ങനെ തുടങ്ങിയുള്ള കച്ചവടങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ കുറിച്ച് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു പ്രൗഢി പിന്നീട് കൊളോണിയൽ അധികാരങ്ങൾ വന്നതിന് ശേഷമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന രീതിയിലേക്ക് ചരിത്രം എഴുതാൻ തുടങ്ങി. അങ്ങനെ ഈ ചരിത്രങ്ങൾ ജനങ്ങളെ കൂടുതലായി ആവേശം കൊള്ളിക്കുകയും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അവരെ തിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ ജനങ്ങളെ ഒരുമിക്കാനുള്ള ശ്രമങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. കാരണം ഇവിടെ പലപ്പോഴും ചരിത്രം എഴുതുമ്പോഴാണെങ്കിലും ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ കൊണ്ടുവന്നാണെങ്കിലും അതിലൊരു ഹിന്ദുത്വപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു മതത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ മഹത്വവൽക്കരിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മറ്റ് സമുദായങ്ങളെ ഇത് കാര്യമായി ബാധിച്ചു. അവരതുകൊണ്ട് തന്നെ ഈ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരുപാട് പേര് മാറി നിൽക്കുകയും ചെയ്തു. കൺക്ലൂഷൻ: കൊളോണിയൽ ഗവൺമെന്റിനെതിരെ ഉണ്ടായിരുന്ന വർദ്ധിച്ചു വന്ന കോപം വിവിധ തരത്തിലുള്ള സമൂഹത്തെ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 20-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജനങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുകയും അങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സമരങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ വിവിധ ആളുകൾ വിവിധ തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് അവർ സ്വരാജിനെ കൊണ്ടും അതുപോലെ തന്നെ ദേശീയത എന്ന ആശയത്തെ കൊണ്ടും അവർ വിശ്വസിച്ചിരുന്നത്. എന്നാലും പലരും പല ചിന്തകളിലാണ് ഈ ഒരു സമരത്തിൽ ഭാഗവാക്കായതെങ്കിലും എല്ലാവർക്കും കൊളോണിയൽ അധികാരത്തെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കാൻ അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. ഇനി അടുത്ത ചാപ്റ്ററുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.